ഗവർണറുടെ വിമർശനത്തെ സ്വാഗതം ചെയ്ത് വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ലെന്ന ഗവർണറുടെ ആക്ഷേപം ശരിയാണെന്ന് മന്ത്രി. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. ഗവർണർ പറയുന്ന ആശയത്തെ ഉൾക്കൊള്ളുമെന്നും എ.കെ. ശശീന്ദ്രൻ ജനം ടിവിയോട് പറഞ്ഞു. എന്നെ ഫോറസ്റ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് അനൗപചാരിക ചർച്ചയാണ്. സംസാരിച്ച കാര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടത്ര അദ്ദേഹം ഉദ്ദേശിച്ച വിധത്തിൽ നമ്മൾ ശാശ്വത പരിഹാരത്തിലുള്ള കാര്യങ്ങളായിട്ടില്ലല്ലോ. കാരണം അദ്ദേഹം നേരത്തെ അവിടെ വനംവകുപ്പ് മന്ത്രിയൊക്കെ പ്രവർത്തിച്ച അനുഭവ സമ്പത്തുള്ള ആളാണല്ലോ. ആ അനുഭവ സമ്പത്തൊക്കെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കാര്യക്ഷമതയോടുകൂടി ചെയ്യാനുള്ള ഉപദേശം ഞാൻ അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കും. വാർത്തയുടെ വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഗവർണർ ഉന്നയിച്ച വിമർശനം അതേപടി അംഗീകരിക്കുകയാണ് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ ചെയ്യുന്നത്. വനമന്ത്രിയുടെ ഭാഗത്തു നിന്നും കുറ്റസമ്മതം ഉണ്ടായിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള നടപടികളും എടുക്കുന്നില്ല എന്ന്. എന്താണ് അദ്ദേഹം പറയുന്നത്? തീർച്ചയായിട്ടും ഗവർണറുടെ നിലപാട് അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് വനം വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നത് ഒരു കുറ്റസമ്മതം ഏറ്റുപറയുന്നതിന് സമാനമാണ്. ഗവർണർ നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നത് ജനം ടിവിയുടെ ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള നടത്തിയ ആ ഇന്റർവ്യൂവിൽ അഭിപ്രായപ്പെട്ടിരുന്നത് ഇത്തരത്തിലാണ്. നിലവിൽ ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരിന് ഈ ഒരു വിഷയത്തിൽ സാധിക്കുന്നില്ല. ഒപ്പം തന്നെ സംസ്ഥാനത്ത് വനം സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവതാളത്തിലാണ് എന്ന് സംബന്ധിച്ചുള്ള ഒരു നിലപാട് ഗവർണർ വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ പ്രത്യേകിച്ച് വന്യജീവി ശല്യം സംസ്ഥാനത്ത് വലിയ ചർച്ചകളാകുന്നു. ആ വിഷയങ്ങളിലൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല, വനം വകുപ്പിന് സാധിച്ചിട്ടില്ല എന്ന ഗവർണറുടെ ഒരു തുറന്നു പറച്ചിൽ, ആ ഒരു ആക്ഷേപം താൻ സ്വീകരിക്കുന്നു. അത് കൃത്യമാണ് ഗവർണറുടെ നിലപാട് എന്നാണ് വനം വകുപ്പ് മന്ത്രി ഒരു കുറ്റസമ്മതത്തിലൂടെ ഏറ്റു പറയുന്നത്. കാരണം അദ്ദേഹവും പറയുന്നത് ഇത്തരത്തിൽ തന്നെയാണ്. ശാശ്വതമായ പരിഹാരം ഇതുവരെയും സംസ്ഥാന സർക്കാരിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, വനം വകുപ്പിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാരണം ഇനിയും കൂടുതൽ ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു ശാശ്വത പരിഹാരമാണ് ഈ വിഷയത്തിൽ വേണ്ടതെന്ന് വനം വകുപ്പ് മന്ത്രി തുറന്നു സമ്മതിക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് മറ്റൊരു രാഷ്ട്രീയം ഈ വിഷയത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ, നേരത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാടുകളെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് എത്തുന്ന CPM മന്ത്രിമാർ, പക്ഷേ നിലവിലെ ഗവർണറുടെ നിലപാടിനെ അത് തങ്ങൾ ആശയപരമായി ഉൾക്കൊള്ളുന്നുണ്ട്. ആ ഗവർണറുടെ ആശയം കൂടുതൽ കേൾക്കാൻ തയ്യാറാണ്, അതിനനുയോജ്യമായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന നിലപാട് കൂടി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നതിന് പിന്നിൽ പ്രത്യേക രാഷ്ട്രീയ അജണ്ട ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ പല ഗവർണർ ഉന്നയിച്ച പല ആക്ഷേപങ്ങൾ PCCF-മായി നടത്തിയ ചർച്ചയിൽ ആ ചർച്ച വീണ്ടും ഒരു ഔദ്യോഗിക ചർച്ചയായിരുന്നില്ല ഗവർണർ നടത്തിയതെന്നാണ് വനം വകുപ്പ് മന്ത്രി പറയുന്നത്. അതൊരു അനൗദ്യോഗിക ചർച്ചയായിരുന്നു. ആ ചർച്ചയിൽ ഉണ്ടായ നിലപാടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുണ്ടായ ആ ഒരു ആശയം ഔദ്യോഗികമായാലും അനൗദ്യോഗികമായാലും PCCF-നെ ഗവർണർ വിളിച്ചു വരുത്തി ഇക്കാര്യം അന്വേഷിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഏതായാലും ഗവർണറുടെ വിമർശനം സർവാത്മന ഉൾക്കൊള്ളുകയാണ് സംസ്ഥാന സർക്കാർ ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. വിനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.